ഹലോ ഓൾ. എൻ്റെ പേര് അലാന. നിങ്ങൾ കുറച്ച് പേർക്കെങ്കിലും എന്നെ അറിയായിരിക്കും. ഞാൻ അങ്ങനെ വീഡിയോ ചെയ്യാനായിട്ട് ഇതുവരെ വന്നിട്ടില്ല. കൂടുതൽ ഹസ്ബൻഡാണ് കൂടുതൽ വീഡിയോസ് ചെയ്തിട്ടുള്ളത്. അപ്പം ഇപ്പോൾ ഞങ്ങൾ പ്രസൻ്റ്ലി ഉള്ളത് വെസ്റ്റ്പോർട്ടിലാണ്. അപ്പം കഴിഞ്ഞ കുറച്ച് വീഡിയോസിൽ ഞങ്ങൾക്ക് ജോലി അന്വേഷിച്ച് ഞങ്ങൾ പോകുന്ന കുറച്ച് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിൽ കുറേ പേരൊക്കെ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ജോലി ആയിട്ടുണ്ടോ, ജോലിയുടെ കാര്യം എങ്ങനെയാണ്, കുറേ പേരൊക്കെ ഉടനെ ജോലി കിട്ടുമെന്ന് ഒക്കെ പറയുന്നുണ്ടായിരുന്നു. എന്തായാലും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചവർക്കും എല്ലാവർക്കും വലിയൊരു താങ്ക്സ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഞങ്ങൾക്ക് ഒരു ജോബ് ആയിട്ടുണ്ട്. ഞങ്ങൾ ഒക്ടോബർ ഒരു പകുതിയോടുകൂടെയാണ് കഴിഞ്ഞ വർഷം ഇവിടെ എത്തിയത്. അതിനുശേഷം ക്യാപ്പും പിന്നെ നഴ്സിംഗ് കൗൺസിലിൻ്റെ രജിസ്ട്രേഷന് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേന് APCക്ക് വേണ്ടി അപ്ലൈ ചെയ്യുന്ന ആ ഒരു ടൈം ആയപ്പോഴത്തേന് പെട്ടെന്ന് ഇവിടെ ക്രിസ്മസ് ഹോളിഡേയ്സും പിന്നെ ന്യൂ ഇയറും അങ്ങനെ ന്യൂസിലൻഡിലെ കുറേ ഒരു ഏകദേശം എല്ലാ ആൾക്കാരും ഒരു ലീവ് എടുക്കുന്ന ഒരു ടൈമാണ്, ഒരു ലോങ് ലീവിൻ്റെ ടൈമാണ് ക്രിസ്മസ് ആൻഡ് ന്യൂ ഇയർ. അപ്പോൾ അതുകൊണ്ട് തന്നെ APC കിട്ടിക്കഴിഞ്ഞിട്ട് പിന്നീട് കുറേ കൂടെ താമസിച്ചു കാര്യങ്ങളെല്ലാം മുന്നോട്ടേക്ക് പോകാനായിട്ട്. അപ്പോൾ പ്രസൻ്റ്ലി വർക്ക് വിസയ്ക്ക് ഞാൻ ഇട്ടിട്ടുണ്ട്. ഞങ്ങളിപ്പോൾ വന്നിരിക്കുന്ന ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 4000 അല്ലെങ്കിൽ 5000 അത്രയും പേര് മാത്രം പോപ്പുലേഷനൊക്കെ ഉള്ള ചെറിയൊരു ടൗണിലോട്ടാണ് വന്നേക്കുന്നത്. സൗത്ത് ഐലൻഡിലോട്ടായിരുന്നു വന്നത്. ഞങ്ങൾ നേരത്തെ താമസിച്ചിരുന്നത് നോർത്ത് ഐലൻഡിലെ മാസ്റ്റർടൺ എന്ന സ്ഥലത്താണ്. അവിടെ നിന്ന് നമ്മളൊരു അത്യാവശ്യം ഒരു ലോങ് ജേണി ആയിരുന്നു ഇങ്ങോട്ടേക്ക്. അപ്പോൾ ഇവിടുത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ടൗണാണ്. ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും നല്ല സൂപ്പർബായിട്ടുള്ള ഏരിയ ആണ്. ബീച്ചുണ്ട്, പിന്നെ അതുകൊണ്ടൊക്കെ നമുക്ക് വേണ്ട എല്ലാ ആക്സസും കിട്ടുന്ന ഒരു ഏരിയ ആണ്. ആൻഡ് ഇപ്പോൾ വർക്ക് വിസ കിട്ടേക്കുന്നു. അപ്പോൾ അതും ഈ പറഞ്ഞ കണക്ക് ഈ ലീവിൻ്റെ കാര്യമായതുകൊണ്ട് ഇനിയിപ്പോൾ എന്നത്തേക്ക് കിട്ടുമെന്ന് അറിയത്തില്ല. കിട്ടിക്കഴിഞ്ഞാൽ മോസ്റ്റ് പ്രോബ്ലി ഈ ജാനുവരി തന്നെ ജോലിക്ക് കയറാൻ സാധിക്കുമെന്ന് ദൈവം അനുഗ്രഹിച്ചാൽ പ്രതീക്ഷിക്കുന്നു. എൻ്റെ ഒരു പേഴ്സണലായിട്ടുള്ള എക്സ്പീരിയൻസ് വെച്ചിട്ട് പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇവിടെ വന്നിട്ടുള്ള ആൾക്കാരുണ്ട്, ജോലി തേടുന്നവരുണ്ട്, അല്ലെങ്കിൽ ഇങ്ങോട്ടേക്ക് വരാനിരിക്കുന്ന ആൾക്കാരാണെങ്കിലും എല്ലാവരോടും പറയാനുള്ളത് ഇവർ കൂടുതൽ എന്താ പറയുക, നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അവർ നോക്കുന്നത് ആദ്യമായിട്ട് ഒരു പ്രൈമറി ആയിട്ടുള്ള ഒരു റിക്വയർമെൻ്റ് എന്ന് പറയുന്നത് നമുക്ക് ഒന്ന് നഴ്സിംഗ് കൗൺസിലിൻ്റെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആക്കിയിരിക്കണം, പിന്നീട് APC കിട്ടിയിരിക്കണം. അപ്പം മോസ്റ്റ്ലി ഇപ്പം ഞാനൊക്കെ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാപ്പ് കഴിഞ്ഞ ഉടനെ തന്നെ പറന്ന് എല്ലാ സൈറ്റിലും കയറി അപ്ലൈ ചെയ്തു. എല്ലാത്തിലും ഇപ്പോൾ DHB സൈറ്റിലാണെങ്കിലും അല്ലാതെ സീക്ക്, ട്രൈഡ്മി എല്ലാത്തിനും റെസ്റ്റ് ഹോം എവറിതിങ് എല്ലാം ഞാൻ അപ്ലൈ ചെയ്തായിരുന്നു. പക്ഷേ എല്ലാത്തിനകത്ത് അവർ ആദ്യമേ നോക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രജിസ്ട്രേഷൻ കയ്യിലുണ്ടോ, ആളുടെ കയ്യിൽ ആനുവൽ പ്രാക്ടീസിങ് സർട്ടിഫിക്കറ്റ് ഉണ്ടോ, ഇതായിരിക്കും ആദ്യമേ ഒരു നോക്കുന്ന ഒരു ക്രൈറ്റീരിയ എന്ന് പറയുമ്പോൾ അത് കണ്ടില്ലെങ്കിൽ എന്തായാലും അവർ റിജക്റ്റ് ചെയ്യും. സോ അപ്പോൾ നമുക്ക് അപ്ലൈ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. എന്നാലും APC കിട്ടിക്കഴിഞ്ഞിട്ട് എല്ലായിടത്തും അപ്ലൈ ചെയ്യുന്നതായിരിക്കും ബെറ്റർ ആയിട്ടുള്ള ഒരു കാര്യമെന്ന് പറയുന്നത്. അപ്പോൾ അത് മെയിനായിട്ടൊന്ന് ശ്രദ്ധിക്കുക. അങ്ങനെ ആകുമ്പം നമുക്ക് അവർ നമ്മളെ എടുക്കാനുള്ള ഒരു ചാൻസ് ഒരു കുറേ കൂടെ കൂടുമെന്നാണ് എനിക്കും പറയാനുള്ളത്. മാത്രമല്ല, ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ ചോദിച്ചപ്പോൾ തന്നെ അവരിൽ നിന്നും കിട്ടിയ ഒരു മറുപടി ഇതായിരുന്നു. കാരണം എനിക്ക് APC വന്നിട്ട് ഞാൻ അപ്ലൈ ചെയ്തപ്പോഴാണ് എനിക്ക് ജോലിക്ക് ഇവർ വിളിക്കുന്നതും ഇൻ്റർവ്യൂവിന് വിളിക്കുന്നതും ഒക്കെ. പിന്നെ ഇപ്പോൾ ഇവിടുത്തെ ഒരു എക്സ്പെൻസിൻ്റെ ലെവൽ വെച്ച് നോക്കുമ്പോഴത്തേന് പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ ഹസ്ബൻഡ് കൂടാണ് വന്നത്. അപ്പം എന്താ പറയുക, ഫിനാൻഷ്യലി കുറച്ച് സ്റ്റേബിൾ ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ നിങ്ങൾ കയ്യിൽ അധികം എന്താ പറയുക ക്യാപിറ്റൽ ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ ഇവിടെ സിംഗിളായിട്ട് വരിക, ജോലി കണ്ടുപിടിച്ച് ജോലിക്കൊക്കെ കയറുന്ന ഒരു ടൈം ആകുമ്പോഴത്തേന് ഹസ്ബൻഡിനെയും കുഞ്ഞുങ്ങളെയൊക്കെ കൊണ്ടുവരാനായിട്ട് നോക്കുന്നതായിരിക്കും നല്ലത്. കാരണം നമ്മുടെ കയ്യിൽ നിന്ന് അതുമാതിരി നമ്മുടെ റെൻറ്റിനും മറ്റു കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് എക്സ്പെൻസിനും ഒക്കെ ആയിട്ട് ഒത്തിരി പൈസ നമ്മുടെ കയ്യിൽ നിന്ന് ചിലവാകും. നമ്മൾ എത്ര എന്താ പിടിച്ച് നിൽക്കാൻ നോക്കിക്കഴിഞ്ഞാൽ അത് പറ്റത്തില്ല.
സോ അപ്പോൾ ആ ഒരു കാര്യവും കൂടെ നോക്കുക. കാരണം ഇപ്പം ഒന്ന് നോക്കുക, ഇപ്പോൾ ഒക്ടോബർ പകുതി ആയപ്പോഴാണ് ഞങ്ങൾ വന്നത്. കാര്യങ്ങളെല്ലാം കഴിഞ്ഞപ്പോഴത്തേന് നവംബർ, ഡിസംബർ, ജാനുവരി ഹാഫ് ആവാൻ പോകുന്നു. അപ്പോൾ ഒരു 3 മാസം, അല്ലെങ്കിൽ ചിലർക്കൊക്കെ ലക്ക് കൊണ്ട് 2 മാസത്തിനുള്ളിലൊക്കെ ജോലി കയറാൻ പറ്റുന്നവരുണ്ട്. അപ്പം അതുകൊണ്ട് അത്ര ഒരു ടൈം എടുക്കും. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് പിടിച്ച് നിൽക്കണ്ടേ. അതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നതായിരിക്കും നല്ലത്. ആദ്യമേ സിംഗിളായിട്ട് വന്നിട്ട് പിന്നെ ജോലിക്ക് നോക്കുന്നതായിരിക്കും നല്ലത്. ഇപ്പം പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ്റർവ്യൂവിനാണെങ്കിലും അവർ നല്ല വെറുതെ ഒരു എന്താ പറയുക, നമ്മൾ ഒരു ഈസി ആയിട്ട് അത് അറ്റൻഡ് ചെയ്യാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കരുത്. നല്ലതുപോലെ അതിന് വേണ്ടി പ്രിപ്പയർ ആയിട്ട് തന്നെ ഇൻ്റർവ്യൂവിന് ഇരിക്കുക. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒത്തിരി ആൾക്കാർ ഇൻ്റർവ്യൂവിനും ഒക്കെ ആയിട്ട് ഇവിടെ ഒത്തിരി പേര് കാൻഡിഡേറ്റ്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അവർ അതിനകത്ത് നിന്ന് ഇൻ്റർവ്യൂ ചെയ്യുന്നതിൽ നിന്ന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരെയായിരിക്കും അവരെടുക്കുന്നത്, അല്ലേ? നമ്മളാണെങ്കിൽ തന്നെ ഇപ്പോൾ ഒത്തിരി ഉണ്ടെങ്കിൽ നമ്മൾ അതിൽ നിന്ന് ബെസ്റ്റ് ആയിട്ടുള്ള ഒന്നിനെയല്ലേ ചൂസ് ചെയ്യത്തുള്ളൂ, അല്ലേ? അപ്പം ഒരു ഐറ്റം നമ്മളിപ്പം ഷോപ്പിൽ നിന്ന് എടുക്കുമ്പോഴാണെങ്കിൽ പോലും അങ്ങനെയല്ലേ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ ഒത്തിരി കാൻഡിഡേറ്റ്സ് ഉണ്ടായതുകൊണ്ട് അവർ നല്ലതുപോലെ എല്ലാ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് അങ്ങനെയൊക്കെയാണ് എടുക്കുന്നത്. എല്ലാ കാര്യങ്ങളും അവർ നല്ലതുപോലെ നമ്മളെക്കുറിച്ച് നല്ലോണം സ്റ്റഡി ചെയ്തിട്ടാണ് നമ്മൾ ജോബിനെ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇൻ്റർവ്യൂവിനൊക്കെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് തന്നെ ഇരിക്കണം. ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. സോ അപ്പോൾ എനിവേ, ഞങ്ങളെ ഇത്രയും നാളും സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരു വലിയ താങ്ക്സ് തന്നെ ഉണ്ട്. കുറേ പേരൊക്കെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചായിരുന്നു, ഞങ്ങൾക്ക് വിഷസ് അറിയിച്ച കുറേ പേരുണ്ട്. എല്ലാവർക്കും ഒരു ബിഗ് താങ്ക്സ്. പിന്നീട് ഇങ്ങോട്ടേക്കുള്ള ജേണിയൊക്കെ നല്ലതായിരുന്നു കേട്ടോ. ഒരു ഷിപ്പ് യാത്രയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഇപ്പോൾ അടുത്ത വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും. സോ എനിവേ, താങ്ക് യു ആൻഡ് ഗുഡ് ബൈ.